ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഇഫ്താർ സ്പെഷ്യലായിട്ടുള്ള നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള ഒരു ബ്രെഡ് പിസ്സ ആയിട്ടാണ്. നല്ല ക്രീമി ആയിട്ടുള്ള ഒരു ബ്രെഡ് പിസ്സയാണ്. സാധാരണ പിസ്സ ഉണ്ടാക്കുന്നതിനേക്കാൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഇതുണ്ടാക്കി കഴിച്ചപ്പോൾ. അതിന് വേണ്ടി ഞാൻ 100 ഗ്രാം ബോൺലെസ് ആയിട്ടുള്ള ഒരു ചിക്കൻ എടുത്തിട്ടുണ്ട്. ചിക്കൻ ചെറിയ ചെറിയ ക്യൂബ്സ് ആയിട്ട് മുറിച്ചതാണ്. അതിലേക്ക് 1.5 ടീസ്പൂൺ റെഡ് ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിലുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ സോയാ സോസും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്കിതൊന്ന് ഫ്രൈ പാനിലിട്ട് ഒന്ന് പൊരിച്ചെടുക്കാം. എണ്ണ നന്നായിട്ട് ചൂടാകുമ്പോൾ ഓരോ പീസ് ചിക്കൻ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് തിരിച്ച് മറിച്ച് വിട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം ചിക്കൻ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് എപ്പോഴും, ഇല്ലെങ്കിൽ ഉൾവശം നന്നായിട്ട് വേവാത്ത പ്രശ്നം വരും. ഒരു സൈഡാകുന്ന സമയത്ത് ചിക്കൻ തിരിച്ചിട്ട് കൊടുക്കാം. അപ്പം ചിക്കൻ നന്നായിട്ട് കുക്കായിട്ടുണ്ട്. അത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി ഓയിലിലേക്ക് തന്നെ നമ്മൾ മസാല ഉണ്ടാക്കുകയാണ്. മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 1 ടീസ്പൂൺ വെളുത്തുള്ളി ചെറുതായിട്ട് മുറിച്ചത് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് വഴറ്റി കൊടുക്കാം. വെളുത്തുള്ളി ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ചെറുതായിട്ട് മുറിച്ച് വെച്ചിട്ടുള്ള 2 ഉള്ളി ചേർത്ത് കൊടുക്കാം. ചെറിയ ഉള്ളി, ഞാൻ അധികം വലിപ്പമുള്ള ഉള്ളിയല്ല, ഒരു മീഡിയം സൈസുള്ള ഉള്ളിയാണ് എടുത്തിട്ടുള്ളത്. നല്ല ചെറിയ കുഞ്ഞു കുഞ്ഞു പീസായിട്ട് മുറിച്ചതിന് ചേർത്ത് കൊടുക്കാം. ഉള്ളിയിലേക്ക് അല്പം ഉപ്പും കൂടി ചേർക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു ചെറിയ തക്കാളി മുറിച്ചതും ഒരു ക്യാപ്സിക്കത്തിൻ്റെ ഹാഫ് ഭാഗം മുറിച്ചതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ക്യാപ്സിക്കത്തിൻ്റെ ടേസ്റ്റ് കൂടുതൽ ഇഷ്ടമുള്ളവർക്ക് ഒരു ക്യാപ്സിക്കം തന്നെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കനും കൂടി ചേർത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്യാം. ക്യാപ്സിക്കം ചേർത്ത് കൊടുത്താൽ കൂടുതൽ നേരം കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് കുക്കാൽ മാത്രം മതി. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുക്കാം. ഒരു ടീസ്പൂൺ സോയാ സോസും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. സാധാരണ പിസ്സ ഉണ്ടാക്കുമ്പോൾ നമ്മൾ ബേസിലാണ് സോസൊക്കെ ചേർക്കാറ്, പക്ഷേ ഇവിടെ ഇപ്പോൾ ബേസിൽ സോസ് ചേർക്കുന്നില്ല. അതുകൊണ്ടാണ് മസാലയിൽ ടൊമാറ്റോ സോസ് ചേർക്കുന്നത്. ഇനി നമുക്കൊരു വൈറ്റ് സോസ് ഉണ്ടാക്കേണ്ടതുണ്ട്. അതിന് വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 2 ടീസ്പൂൺ മൈദ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. മൈദയുടെ റോസ് സ്മെൽ മാറുന്നത് വരെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്യണം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. മൈദയുടെ റോസ് സ്മെല്ലെല്ലാം മാറുന്ന സമയത്ത് നമുക്കിതിലേക്കൊരു 3/4 കപ്പ് പാല് ചേർത്ത് കൊടുക്കാം. പാല് ചേർത്ത് കഴിഞ്ഞാൽ എപ്പോഴും ചെറിയ ഫ്ലെയിമിൽ വേണം ഇളക്കി കൊടുക്കാൻ വേണ്ടിയിട്ട്. കട്ടയില്ലാതെ തന്നെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് യോജിപ്പിക്കാം. അപ്പം ഞാനിതിവിടെ ചെയ്യുന്ന സമയത്ത് ഫ്ലെയിം കുറച്ച് വെക്കാമെന്ന് വിട്ടുപോയി. അപ്പോൾ പെട്ടെന്ന് തന്നെ കുറുകിപ്പോയി. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ എന്തായാലും ശ്രദ്ധിക്കുക. അത്ര കട്ടികൾ ആവശ്യമില്ല.
ജസ്റ്റ് ഒന്ന് ക്രീമി ആവുന്ന സമയത്ത് തന്നെ നമുക്ക് ഇത് ഫ്ലെയിം ഓഫ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ചേർത്തിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം. സാധാരണ പിസയ്ക്ക് ഉപയോഗിക്കുന്ന മൊസറല്ല ചീസിന് പകരമാണ് ഇവിടെ വൈറ്റ് സോസ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇനി പിസ്സൻ്റെ ബേസ് എന്ന് പറയുന്നത് എഗ്ഗിൻ്റെയും ബ്രെഡിൻ്റെയും ഒരു മിക്സ്ചറാണ്. ഞാനിവിടെ ഒരു 5 മുട്ട എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 5 സ്ലൈസ് ബ്രെഡ് പൊടിച്ചിട്ടെടുക്കാം. അത് രണ്ടും കൂടെ ഒന്ന് മിക്സിയിലിട്ടിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അരക്കുന്ന സമയത്ത് ഇതിലേക്ക് കുറച്ച് ഉപ്പും കുരുമുളക് പൊടിയും കൂടെ ചേർക്കണം. ഇനി ഇതുപോലെ ഒരു ഫ്രൈങ് പാൻ വെച്ചിട്ട് അതിലേക്ക് ബട്ടർ ചേർത്ത് കൊടുക്കാം. ബട്ടർ ഇല്ലെങ്കിൽ ഓയിലായാലും മതി. എന്നിട്ട് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള ബ്രെഡിൻ്റെയും മുട്ടയുടെയും മിക്സ്ചർ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ജസ്റ്റ് ഒരു മിനിറ്റ് കുക്കാവുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള പിസ്സയുടെ മസാല ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എല്ലാ ഭാഗത്തും ഒരേപോലെ മസാല വെച്ച് കൊടുക്കാം. എന്നിട്ട് അതിന് മുകളിലായിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള വൈറ്റ് സോസ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇവിടെ ഞാൻ വൈറ്റ് സോസ് നല്ല കട്ടിയായിട്ടുണ്ട് തണിഞ്ഞു വന്നപ്പോൾ. അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് കുറച്ച് ലൂസിൽ തന്നെ ചെയ്യാൻ ശ്രമിക്കുക. എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ വൈറ്റ് സോസ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ എൻ്റെ മസാല കുറച്ചുകൂടി ബാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ വൈറ്റ് സോസിൻ്റെ മുകളിൽ ഞാൻ കുറച്ചും കൂടി മസാല വെച്ചിട്ടുണ്ടായിരുന്നു. ഈ ഒരു സ്റ്റെപ്പ് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം മസാല വെച്ചാൽ മതി. വൈറ്റ് സോസിന് പകരം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ മൊസറല്ല ചീസും ഇതിൽ ചേർത്ത് കൊടുക്കാം. ചേർക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, പക്ഷെ ഇത്ര ക്രീമി ആയിട്ട് കിട്ടില്ല എന്ന് മാത്രം. ഇതൊന്ന് മൂടി വെച്ചിട്ട് ഒരു 25 മുതൽ 30 മിനിറ്റ് വരെ ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഏകദേശം ഒരു 25 മിനിറ്റ് കഴിഞ്ഞ സമയത്ത് പിസ്സ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഞാനിത് ഫസ്റ്റ് ടൈം ചെയ്യുന്ന പിസ്സയാണ് കേട്ടോ. വേറൊരു യൂട്യൂബ് ചാനലിൽ നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷേ എല്ലാവർക്കും നന്നായി ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. ഇത് ചൂട് തണുന്ന സമയത്ത് ഈ വൈറ്റ് സോസൊക്കെ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ഇഫ്താർ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.